കഥയെ ആരംഭിക്കുന്നത് ഹെദർ മൽഗ്രൂവിൽ നിന്നുമാണ്. ടെക്സാസിൽ താമസിക്കുന്നവൾ അന്ന് തന്റെ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. ഇതേസമയം പുറത്ത് ഒരു വിവാഹ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പിലേക്ക് പോയി. കൃത്യമായി പറഞ്ഞാൽ 8 മാസങ്ങൾക്ക് മുമ്പ് ഹെദറും ഹെദറിന്റെ കൂട്ടുകാരികളും ചേർന്ന് യൂറോപ്പ് ചുറ്റിക്കാണാൻ തീരുമാനിച്ചിരുന്നു. കോളേജിൽ നിന്ന് കഴിഞ്ഞ പിന്നാലെ അവർ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു അത്. എമി എന്നും കോണി എന്നുമായിരുന്നു കൂട്ടുകാരികളുടെ പേരുകൾ. രാത്രിയിൽ അവർ ബാഴ്സലോണയിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. യാത്രാമധ്യേ ജാക്ക് എന്ന പേരുള്ള ന്യൂസിലാൻഡുകാരനായ ഒരു സമർത്ഥനായ യുവാവിനെ അവർ പരിചയപ്പെടുകയാണ്. ജാക്ക് തന്റെ മുത്തച്ഛന്റെ ഡയറി ഫോളോ ചെയ്ത് യൂറോപ്പ് ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം പരിചയപ്പെടുന്ന സമയത്ത് ഇരുവരും വായിച്ചുകൊണ്ടിരുന്നത് ഒരേ ബുക്കായിരുന്നു, ദ സൺ ഓൾസോ റൈസസ് എന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ബുക്ക്. അതിനെപ്പറ്റിയായിരുന്നു ജാക്കും ഹെദറും സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ സംസാരം അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോയി. അവർ തമ്മിൽ വളരെ നല്ലൊരു പരിചയവും രൂപപ്പെട്ടു. അവരങ്ങനെ ബാഴ്സലോണയിൽ എത്തിച്ചേർന്നു. പരസ്പരം യാത്ര പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. അന്ന് ആ 3 പെൺകുട്ടികളും ഒന്നിച്ച് ആ നഗരം ചുറ്റിക്കണ്ടു. ഏറെ സന്തോഷത്തോടെ ഓരോ നിമിഷവും ചിലവഴിച്ചു. സന്ധ്യയോടെ അവർ അവിടുത്തെ ഒരു നൈറ്റ് ക്ലബിൽ എത്തി. ട്രെയിനിൽ വെച്ച് എമി വിക്ടർ എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെട്ടിരുന്നു. വിക്ടർ ആയിരുന്നു അവർക്ക് ആ ബാർ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് അവർ അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നതും അവിടെ എത്തിയവർ എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. വീണ്ടും അവിടെ വെച്ച് വിക്ടറെ കാണുന്ന കാര്യത്തിൽ എമി വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. വളരെ യാദൃച്ഛികമായാണ് അതേ ബാറിലേക്ക് ജാക്ക് എത്തപ്പെടുന്നത്. ജാക്കിനെ അവിടെ കണ്ടതും ഹെദറിന് ഒരുപാട് സന്തോഷം തോന്നി. ജാക്കിന്റെ പെരുമാറ്റത്തിൽ നിന്നും ഹെദറിൽ അവൻ വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരുന്നു. എന്തായാലും കുറച്ചുനേരം ആ ഒച്ചപ്പാടിൽ നിന്നും ബഹളത്തിൽ നിന്നും മാറി സ്വസ്ഥമായി സംസാരിക്കാൻ അവർ തീരുമാനിച്ചു. അവർ ആ ബാർ വിട്ട് പുറത്തു കടന്നു. ഇതേ സമയം അകത്ത് ഹെദറിന്റെ മറ്റു 2 സുഹൃത്തുക്കളും ആഘോഷിക്കുകയായിരുന്നു. എമി അന്ന് രാത്രി വിക്ടറിന്റെ ഒപ്പം തകർത്ത് തന്നെ അങ്ങ് ആഘോഷിച്ചു. അവരൊന്നിച്ചൊരു റൂമിലേക്ക് പോയി. മറുവശത്ത് കോനിയാകട്ടെ ജാക്കിന്റെ സുഹൃത്തായ റേഫും ഒന്നിച്ച് ചെറിയ ഡേറ്റ് ചെയ്യാനൊക്കെ ആരംഭിച്ചിരുന്നു. രാത്രിയിൽ ജാക്കും ഹെദറും അവിടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ജാക്ക് തന്റെ അഡ്വഞ്ചറസ് ആയ ഒരു വശം ഹെദറിന് മുമ്പിൽ തുറന്നു കാണിക്കുകയായിരുന്നു. ഹെദറിനെ നിർബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കേബിൾ കാറിലേക്ക് അവരിരുവരും കടന്നു കയറി. ആ ഉയരത്തിൽ നിന്ന് അവർ നഗരം നോക്കിക്കാണാനൊക്കെ തുടങ്ങി. രസകരമായി അഡ്വഞ്ചറസ് ആയ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു അവരുടെ ആദ്യ ചുംബനവും സംഭവിക്കുന്നത്. ആ രാത്രി അവരൊക്കെ അങ്ങനെ ഒന്നിച്ച് ചിലവഴിച്ചു. പിന്നീട് പറഞ്ഞെടുത്ത് ആ 3 പെൺകുട്ടികളും അടുത്ത ദിവസം പുലർച്ചെ കണ്ടുമുട്ടി. പക്ഷേ അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വിവരം അവർ അറിയുന്നത്. എമിയുടെ കുറെ വസ്തുക്കളും പണവും ഒക്കെയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വിക്ടറിനെ കാണാനുമില്ല. എമി ജാക്കിനടുക്കലും റെയ്ഫിനടുക്കലും സഹായം ചോദിച്ചു. ജാക്കും റെയ്ഫും അതോടെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. കുറച്ച് തിരച്ചിലുകൾക്കൊടുവിൽ വിക്ടറിന്റെ ഇടം അവർ കണ്ടെത്തുകയാണ്. അവരെ കണ്ടതും വിക്ടർ ഭയന്ന് ഓടാൻ തുടങ്ങിയിരുന്നു. വിക്ടറിന്റെ അടുത്ത് കടന്നു കയറിയവർ എമിയുടെ വസ്തുക്കൾ മുഴുവൻ കണ്ടെടുത്തു. അവിടുത്തെ പരിശോധനയിൽ ഒരു കെട്ട് പണവും അവരുടെ കയ്യിൽ കിട്ടി. വിക്ടറിന്റെ പണമായിരിക്കാം, പക്ഷെ അത് കൊടുക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അതെടുത്തുകൊണ്ടുവന്ന് അടിച്ചു പൊളിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഒരു കൺവെർട്ടബിൾ കാർ എടുത്ത് അവർ ആ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. യാത്രാമധ്യേ അവർ അതിമനോഹരമായ ഒരു സ്ഥലം കണ്ടു. അവിടെ ഇറങ്ങി എൻജോയ് ചെയ്തു. ഹെദറും സംഘവും 3 പേരായി തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ അവരുടെ ടീമിൽ മൊത്തം 5 പേരായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യാത്രക്കിടയിൽ ജാക്കിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ജാക്കിന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. റെയ്ഫിന് മാത്രമേ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയൂ. അടുത്ത ദിവസം എമി തന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അതിൽ ആദ്യത്തേത് ഇനി മുതൽ ലൂഡായിപ്പ പാർട്ടികളൊന്നുമില്ല, ആവശ്യമില്ലാതെ ആരോടുമൊത്ത് റിലേഷൻഷിപ്പിലാകുന്നുമില്ല, സെൽഫ് അവയർനെസ്സോട് കൂടി തുടർന്ന് ജീവിക്കും എന്നുള്ളതായിരുന്നു അത്. എമി അങ്ങനെ അവിടെ നിന്ന് തിരികെ പോയി. കോണിയാകട്ടെ റെയ്ഫിനൊപ്പം ചേർന്ന് ഡേറ്റിംഗോടുകൂടെ യാത്ര തുടർന്നു. ഹെദർ തിരികെ ന്യൂയോർക്കിലേക്ക് പോവാൻ തീരുമാനിച്ചിരുന്നു. ന്യൂയോർക്കിൽ അവൾക്കത്തൊരു ജോലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഹെദറും ജാക്കും സംസാരിച്ചു നിൽക്കുമ്പോ ജാക്ക് ഒരു കാഴ്ച കണ്ടു. ആളുകൾ ഓരോ സ്ഥലത്തെത്തി വെറുതെ കുറെ ഫോട്ടോസ് പകർത്തിക്കൊണ്ടിരിക്കുന്നു. ജാക്കിനത് കണ്ട് ദേഷ്യം വന്നു. അതിനെപ്പറ്റി ജാക്ക് പറഞ്ഞു, ആളുകളൊക്കെ എന്തായി ചെയ്യുന്നത്, എല്ലായിടത്തും പോയി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ആരും ആ നിമിഷത്തിൽ ജീവിക്കുന്നേയില്ല, ഇതൊന്നും തീരെ ശരിയല്ല. ജാക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഹെദർ പക്ഷേ അതിനോട് യോജിച്ചില്ല. അതിനെപ്പറ്റി സംസാരിച്ച് അവർക്കിടയിൽ ചെറിയ വാക്കുതർക്കം പോലും ഉണ്ടായി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ജാക്ക് ഹെദറിനോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ തന്റെ കൂടെ യാത്ര തുടരാമോ എന്നും ന്യൂയോർക്കിലേക്കുള്ള പോക്ക് കുറച്ച് വൈകിപ്പിക്കാൻ
കഴിക്കാമോ എന്നും ചോദിച്ചു നോക്കി. ആദ്യം ഹെദർ അതിന് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ജാക്ക് അവളെ കൺവിൻസ് ചെയ്തു. അവർ പിന്നാലെ ജാക്കിന്റെ മുത്തച്ഛന്റെ ഡയറി പരിശോധിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന ഇടങ്ങൾ ചുറ്റിക്കാണാൻ പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തു. ആ ഒരു സമയത്താണ് ഹെദറിന്റെ അച്ഛൻ വിളിക്കുന്നത്. അച്ഛനരികിൽ അവൾ സംസാരിച്ചു. താൻ കുറച്ചു ദിവസം കൂടി യൂറോപ്പ് ചുറ്റിക്കാണാൻ നിൽക്കുകയാണെന്നും അത് കഴിഞ്ഞേ മടങ്ങൂ എന്നും അവൾ പറഞ്ഞു. പക്ഷെ അപ്പോഴും ജാക്കിന്റെ കാര്യമൊന്നും അവൾ അച്ഛനോട് മെൻഷൻ ചെയ്തതേയില്ല. ഒരു അപരിചിതനൊപ്പം നാടങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എന്നറിഞ്ഞാൽ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ഹെദർ കരുതിയിരിക്കണം. അധികം വൈകാതെ ജാക്കും ഹെദറും അവരുടെ പുതിയ അഡ്വഞ്ചർ യാത്ര ആരംഭിച്ചു. അന്ന് രാത്രിയിൽ അവിടുത്തെ ഒരു ലോക്കൽ ഫാമിലിക്കൊപ്പമായിരുന്നു അവർ താമസിച്ചത്. ഇരുകൈകളും നീട്ടി അവർ അവരെ സ്വാഗതം ചെയ്തു. സന്തോഷത്തോടെ ആ ദിവസങ്ങൾ കടന്നു പോവാൻ തുടങ്ങി. ഇതിനിടയിൽ ഇരുവരും തമ്മിലുള്ള അടുപ്പവും വല്ലാതെ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ബോണ്ടിംഗ് തന്നെ അവർക്കിടയിൽ ഉടലെടുത്തു. വളരെ അർത്ഥവത്തായ സംഭാഷണങ്ങളും പല പല കാര്യങ്ങളും അവർക്കിടയിൽ സംഭവിച്ചു. തന്റെ ലൈഫിലെ മനോഹരമായ നിമിഷങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരാളെ താൻ കണ്ടെത്തി എന്നുവരെ ജാക്ക് കരുതി. അന്ന് രാത്രിയിൽ അവർ ആദ്യമായി ഒന്നിച്ച് കിടക്ക പങ്കിട്ടു. അടുത്ത ദിവസം പാംപ്ലോണയിൽ വെച്ച് നടക്കുന്ന ഫേമസ് ആയ സാൻ ഫാരിൻ ഫെസ്റ്റിവലിൽ അവർ പങ്കെടുത്തു. പക്ഷേ സെലിബ്രേഷന്റെ ഇടയിൽ അപകടത്തിൽപ്പെട്ട് ജാക്കിന്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. അടുത്തുള്ള ആശുപത്രിയിൽ പോയി അവർ അതിനുവേണ്ട ചികിത്സ ചെയ്തു. കുറച്ച് ടെസ്റ്റുകളും ആ സമയം നടത്തിയിരുന്നു. കാര്യം പരിക്കേറ്റ് കൈക്ക് ചെറിയ റെസ്റ്റ് വേണ്ട അവസ്ഥയിലൊക്കെ ആണെങ്കിലും ജാക്ക് അതിൽ തളർന്നിരുന്നൊന്നുമില്ല. ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ ഹെദറിനൊപ്പം യൂറോപ്പ് ചുറ്റിക്കറങ്ങൽ തന്നെ അവൻ തുടർന്നു. അങ്ങനെ അധികം വൈകാതെ അവർ യാത്ര ചെയ്ത് ഓർച്ചുനോ എന്ന് പറയുന്ന നഗരത്തിലെത്തി. അങ്ങനെയിരിക്കെ നഗരം ചുറ്റിക്കാണുന്ന ഒരു ദിവസം വൈകുന്നേരം ഹെദറിന്റെ കൂട്ടുകാരികളുമായി വീഡിയോ കോൾ ചെയ്തു. അന്ന് ഹെദർ തന്റെ കൂട്ടുകാരികളോട് മനസ്സ് തുറന്നു പറഞ്ഞു, ഞാൻ പ്രണയത്തിലാണെന്ന് കരുതുന്നു. ജാക്കിനൊപ്പം എന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയ ഞാനിപ്പോ ആലോചിക്കുന്നത്. അതെന്നെ ഒരുപാട് സന്തോഷവതിയാക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ജാക്കാകട്ടെ ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ജാക്കിനൊരു കോൾ വരുന്നത്. പാംപ്ലോണയിലെ ആശുപത്രിയിൽ നിന്നായിരുന്നു അത്. കുറച്ച് വറിയിങ് ആയ കോളാണ് എന്നവന്റെ മുഖഭാവം വ്യക്തമാക്കി. ആശുപത്രിയിൽ തിരികെ എത്തി ചില ടെസ്റ്റ് റിസൾട്ട് കളക്ട് ചെയ്യണമെന്നും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും ഡോക്ടർ അറിയിച്ചിരുന്നു. അങ്ങനെ തിരികെ ജാക്ക് അവിടെ എത്തി ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വാങ്ങി. പക്ഷേ അതിനുശേഷം ജാക്കിന്റെ മൂഡ് തന്നെ മാറിയിരുന്നു. ആ ഒരു സമയത്താണ് ഹെദർ ജാക്കിനടുക്കൽ വന്ന് തങ്ങളൊന്നിച്ചുള്ള ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചത്. അതാണെങ്കിൽ അവനെ കൂടുതൽ അസ്വസ്ഥമാക്കിയതേയുള്ളൂ. ഹെദറിനെ സംബന്ധിച്ചാണെങ്കിൽ ഹെദർ ഒരു പ്രാക്ടിക്കൽ ടൈപ്പ് ആണ്. കാര്യങ്ങളിൽ വ്യക്തത വന്നാലേ തന്റെ ലൈഫ് പ്ലാനിലേക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. പക്ഷേ ജാക്കിനാണെങ്കിൽ അതൊന്നും തീരെ താല്പര്യമുള്ള കാര്യവുമല്ല. ആ സംഭാഷണം അവസാനിപ്പിക്കാൻ ജാക്ക് ശ്രമിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ജാക്ക് അവളോട് തന്റെ പ്രണയം പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും അവൻ അത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നു. അവർ തമ്മിൽ അത്യാവശ്യം നല്ലൊരു വാക്കുതർക്കം തന്നെ നടന്നു. എന്തായാലും റൂമിലൂടെ അവർ കുറച്ചു നേരം ചുറ്റിക്കറങ്ങി. അന്ന് രാത്രിയിൽ ഇരുവരും ഹോട്ടൽ റൂമിലേക്ക് മടങ്ങിയെത്തിയപ്പോ ജാക്ക് അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ന്യൂയോർക്കിലേക്ക് വരുന്നു. അത് കേട്ടതും ഹെദറിന് വലിയ സന്തോഷം തോന്നി. വൈകാതെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അടുത്ത ദിവസം അവർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഹെദർ വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. ജാക്കും കൂടെ തന്നെയുണ്ട്. പക്ഷെ അപ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നത്. ജാക്കിന് ഡോക്ടേഴ്സിൽ നിന്ന് ഫോൺ വന്നു. ആ സംസാരത്തിലാണ് അത് വ്യക്തമായത്. ജാക്കിന് ക്യാൻസർ ആണ്. അവനത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ കൂടുതൽ രൂക്ഷമായ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു. ജാക്കിന് ഇക്കാര്യങ്ങൾ ഹെദറിനോട് അങ്ങനെ പറയും എന്ന കാര്യത്തിൽ പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ഹെദറിന്റെ ജീവിതത്തിൽ താനൊരു ഭാരമാകുമോ എന്നൊക്കെ ജാക്ക് സംശയിച്ചിരിക്കണം. ഒടുവിൽ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന്റെ തൊട്ടുമുമ്പ് ജാക്ക് ഒരു വഴി കണ്ടെത്തി. റെസ്റ്റ് റൂമിൽ പോകുന്നെന്ന് പറഞ്ഞ് ജാക്ക് പതിയെ അവിടെ നിന്ന് മാറി. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അതൊരു കാരണമായി പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു ജാക്ക് ചെയ്തത്. ഹെദർ അവിടെയൊക്കെ ജാക്കിനെ അന്വേഷിച്ചെങ്കിലും ജാക്കിനെ കണ്ടുകിട്ടിയില്ല. അവളാകെ നിരാശയിലാണ്ട് പോയി. ഹെദറിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞൊരു ദിവസമായിരുന്നു അത്. ഹെദർ വിമാനത്തിൽ കയറി. ജാക്കിന് ഒരിക്കലും തന്റെ കൂടെ വരാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് ഹെദർ മനസ്സിലാക്കി. അവളുടെ ഫോണിലേക്ക് ആകെ വന്നത് ഐ ആം സോറി എന്നൊരു മെസ്സേജ് മാത്രമായിരുന്നു. വിശദീകരണമോ കാരണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടേക്ക് നിശബ്ദതകൾ മാത്രമായിരുന്നു. തിരികെ എത്തി കുറച്ചു നാളുകൾ അവൾ സങ്കടത്തിൽ തന്നെയായിരുന്നു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോ അവൾ വീണ്ടും സുഹൃത്തുക്കളുമായി കണക്ട് ചെയ്തു. പിന്നീട് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു. ഹെദർ തന്റെ ജോലിക്ക് കയറി ജോലിയിൽ തുടരാനൊക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴും എന്തോ ഒരു നഷ്ടബോധം അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ജീവിതത്തിൽ അവളുടെ ആ പഴയ സന്തോഷവും ചുറുചുറുക്കും ഒന്നും തന്നെ കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും അടുത്തൊരു ഹോളിഡേ സീസൺ വന്നെത്തി. തന്റെ പാരന്റ്സിനെ കാണാൻ അവൾ തിരികെ
ടെക്സാസിലേക്ക് യാത്ര തിരിച്ചു. പാരന്റ്സ് ഏറെ സന്തോഷത്തോടെയായിരുന്നു അവളെ എതിരേറ്റത്. അവിടെ വെച്ച് അച്ഛനുമായി അവൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. അച്ഛൻ അവളെ ഉപദേശിക്കുകയായിരുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും കടന്നുവരും, പക്ഷേ ചിലതൊക്കെ പിന്നിൽ വിട്ട് മുമ്പോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതത്തെ അവൾ മറ്റൊരു തരത്തിൽ പിന്നാലെ നോക്കിക്കാണാൻ തുടങ്ങി. പ്രാക്ടിക്കലായി എല്ലാം പ്ലാൻ ചെയ്ത് അതിലേക്ക് ഓരോന്നും ആഡ് ചെയ്ത് മുമ്പോട്ടേക്ക് ജീവിക്കുന്ന അവളുടെ ആ രീതിയുണ്ടല്ലോ, അതങ്ങ് മാറ്റിവെക്കണം. മുമ്പ് ജാക്ക് ചെയ്തിരുന്ന പോലെ അധികമൊന്നും ചിന്തിക്കാതെ ആ ഒരു നിമിഷത്തിൽ ജീവിച്ച് സന്തോഷത്തോടെ മുമ്പോട്ടേക്ക് പോകണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ അവൾക്കൊരു മെസ്സേജ് കിട്ടി. കോണി റെയ്ഫിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തയായിരുന്നു അത്. ബാഴ്സലോണയിൽ വെച്ചിട്ടാണ് അവർ വിവാഹം പ്ലാൻ ചെയ്യുന്നത്. എല്ലാം ആരംഭിച്ച ആ നഗരത്തിൽ വെച്ച്. അങ്ങനെ അവരുടെ ആ ഒരു വലിയ ദിവസത്തിലേക്ക് ഹെദറും വന്നെത്തി. ഒരുപാട് ഗസ്റ്റുകൾ വിവാഹത്തിന് എത്തിച്ചേർന്നിരുന്നു. ഹെദറും അതിൽ പങ്കുചേർന്നു. സന്തോഷത്തോടെ അവർക്കെല്ലാവർക്കും മുമ്പിൽ നിൽക്കാൻ ഹെദർ ശ്രമിച്ചെങ്കിലും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ റേഫിനടുക്കൽ ചെന്ന് അവൾ ജാക്കിനെ പറ്റി തിരക്കി. പക്ഷെ റേഫ് കൂടുതലായൊന്നും പറഞ്ഞില്ല. ജാക്ക് എഴുതി തന്നെ ഏൽപ്പിച്ചിരുന്നൊരു കത്തെടുത്ത് ഹെദറിന് കൈമാറി. ഹെദർ വേഗത്തിൽ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. അതിൽ വളരെ കൃത്യമായി ജാക്ക് എല്ലാം എഴുതിയിരുന്നു. താനെന്ന് അങ്ങനെ അവിടെ നിന്ന് പോരാനുണ്ടായ കാരണം തനിക്ക് ക്യാൻസർ ആണെന്നും അവളുടെ മുമ്പിൽ ക്യാൻസർ ബാധിച്ച് അവൾക്ക് ബുദ്ധിമുട്ടാക്കി അങ്ങനെ മരണപ്പെടുവാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് താനില്ലാത്തൊരു ഫ്യൂച്ചർ ഹെദർ പ്ലാൻ ചെയ്യണം എന്നുമായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. ഒരുപാട് ഇമോഷനോടുകൂടിയാണ് ആ കത്തെഴുതിയിരിക്കുന്നത് എന്നതിലെ ഓരോ വരികളും സൂചിപ്പിച്ചു. ഹെദറിന്റെ മനസ്സിൽ ആ കത്ത് ആഴത്തിൽ തൊട്ടു. വൈകാതെ ജാക്കിപ്പോൾ എവിടെയാണുള്ളത് എന്ന് ഹെദർ മനസ്സിലാക്കി. സാന്റാ പാവോ എന്ന് പേരുള്ള വളരെ ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു അവനപ്പോൾ ഉണ്ടായിരുന്നത്. ഒട്ടും വൈകിയില്ല. അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഹെദർ തീരുമാനിച്ചുറപ്പിച്ചു. തന്റെ സുഹൃത്തുക്കളെ കണ്ട് അവരോട് കാര്യം പറഞ്ഞ് ഹെദർ യാത്ര ചോദിച്ചു. പിന്നാലെ പാക്ക് ചെയ്ത് സാന്റാ പാവോയിലേക്ക് പുറപ്പെട്ടു. അധികം വൈകാതെ അവൾ അവിടെ ബസ് ഇറങ്ങി. അവൾ എത്തിച്ചേരുമ്പോൾ ആ ഗ്രാമത്തിൽ പരമ്പരാഗത ആഘോഷങ്ങൾ അരങ്ങേറുകയായിരുന്നു. അതിനുള്ളിലൂടെ ജാക്കിനെ തപ്പി അവൾ മുമ്പോട്ടേക്ക് ചെന്നു. തന്റെ ഹൃദയം പറയുന്നത് മാത്രം കേട്ട് അവൾ മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ അവനെ കണ്ടെത്തി. അവളുടെ മുമ്പിൽ അവളുടെ പ്രിയപ്പെട്ട ജാക്കത നിൽക്കുന്നു. അവരിരുവരും വീണ്ടും കണ്ടുമുട്ടി ഒന്നിച്ചടുത്തടുത്ത് വന്നു. ആ ഒരു നിമിഷത്തിൽ അവൾ പറഞ്ഞു, ഞാനിനി സ്ട്രിക്റ്റ് ആക്കി ഉണ്ടാക്കിയ പ്ലാനോടുകൂടിയുള്ള എന്റെ ജീവിതം ഈ നിമിഷം അവസാനിപ്പിക്കുന്നു. ജാക്കിന്റെ കൂടെ അതിനെ ഒരു നിമിഷമാണെങ്കിൽ കൂടിയും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീയുള്ള നാൾ വരെ നിന്റെ കൂടെ ഞാനുണ്ടാകും. അത് കേട്ട് ജാക്കിനും സന്തോഷമായി. ജാക്കിന്റെ ആഗ്രഹവും അതായിരുന്നു. യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന നാൾ വരെ സന്തോഷത്തോടെ ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടേയിരിക്കുക. അവരൊന്നിച്ച് അവരുടെ പുതിയ ജീവിതം ആരംഭിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു കൊച്ചു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.